ഇനിയൊരു വിചിത്രമായ രോഗത്തെക്കുറിച്ച് പരിചയപ്പെടാം. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഇടപെടലിലൂടെ പകരുന്ന രോഗകാരികൾ മൂലമുണ്ടാകുന്ന അസുഖബാധയാണ് സുനോട്ടിക് രോഗങ്ങൾ. ലോക ജനസംഖ്യയുടെ 44% ആളുകൾക്ക് ഇത്തരത്തിലുള്ള സുനോട്ടിക് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിവിധ പഠനങ്ങൾ സൂചന നൽകുന്നു. ലോക ജനസംഖ്യയുടെ 44%, അതായത് 3.5 ബില്യൺ ആളുകൾക്ക് ജന്തുജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ. യേൽ സ്കൂൾ ഓഫ് ദി എൻവിയോൺമെന്റ് നടത്തിയ സുനോട്ടിക് ഹോസ്റ്റ് റിച്ച്നെസ് ഇൻ ദി ഗ്ലോബൽ വൈൽഡ്ലാൻഡ് അർബൻ ഇന്റർഫേസ് എന്ന പഠനത്തിലാണ് വന്യജീവികളുമായുള്ള സമ്പർക്കം മൂലം മനുഷ്യർ ജന്തുജന്യ രോഗവാഹകരാകുന്നുവെന്ന് കണ്ടെത്തിയത്. സുനോട്ടിക് രോഗങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. മനുഷ്യരും മൃഗങ്ങളും കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ രോഗമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനത്തിൽ പറയുന്നു. വവ്വാൽ, എലി, കുരങ്ങ് തുടങ്ങിയ ജീവികൾ അസുഖം പരത്തുമെന്നാണ് പഠനത്തിന്റെ കണ്ടെത്തൽ. ആഫ്രിക്ക, കെനിയ, ഉഗാണ്ട, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലും ദക്ഷിണാമേരിക്കയിലെ റിയോ ഡി ജനീറോ, സാവോ പോളോ തുടങ്ങിയ നഗരങ്ങൾക്ക് ചുറ്റുമെല്ലാം അപകട സാധ്യത കൂടുതലാണ്. മനുഷ്യമൃഗ ഇടപെടലുകളെക്കുറിച്ചുള്ള പഠനത്തിലൂടെ സുനോട്ടിക് രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ മാത്രമേ എങ്ങനെയൊക്കെയാണ് രോഗം പകരുന്നത്, തടയാൻ എന്തെല്ലാം ചെയ്യാമെന്നെല്ലാം അറിയാൻ സാധിക്കൂ. ഇത്തരം രോഗം തടയുന്നതിനുള്ള അടിയന്തര ആവശ്യകതയും പഠനം ഉയർത്തിക്കാട്ടുന്നുണ്ട്. കോവിഡ്-19 പോലുള്ള മഹാമാരികളുണ്ടായ സാഹചര്യത്തിൽ ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരാശിക്ക് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.